ക്ലോക്കിലെ സമയം 6:15, പക്ഷേ ശരിക്കും 5:45 ഉള്ളൂ. ഞാൻ ക്ലോക്കിൽ എപ്പോഴും സമയം അരമണിക്കൂർ കൂട്ടി വെക്കും. എന്നാന്ന് വെച്ചാൽ ആ സമയം നോക്കി ഞാൻ എല്ലാ ജോലിയും പെട്ടെന്ന് ചെയ്യും. ഇത് കഴിഞ്ഞ് എല്ലാ ജോലിയും ചെയ്തിട്ട് ഫോണിൽ പോയി നോക്കുമ്പോൾ സമയം അരമണിക്കൂറും കൂടെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം, ഒരു സമാധാനം. ഇതെൻ്റെ സ്ഥിരം പരിപാടിയാണ്. പെട്ടെന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ആരെങ്കിലും ക്ലോക്ക് നോക്കിയാൽ എല്ലാവരും ടെൻഷൻ അടിച്ച് പോകും. ഇത്ര കൂടി ഇത് സമയം പോയെന്ന്. പക്ഷേ ആരൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു പരിപാടി മാത്രം മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതിപ്പം നേരം വെളുക്കാൻ പോകുന്നതേ ഉള്ളൂ. 5:45 കഴിയുമ്പം ഇപ്പം പൊതുവേ ഇരുട്ടാണല്ലോ. 6:30 ആയാലും ഇപ്പം നേരം വെളുക്കത്തില്ലല്ലോ. ഞാൻ പിന്നെ രാവിലെ 5:15 എഴുന്നേറ്റ് വിളക്ക് കത്തിച്ചു. പിന്നെ മോൾക്ക് രാവിലെ സ്കൂളിൽ ചോറ് കൊണ്ടുപോകണ്ടായതുകൊണ്ട് എഴുന്നേറ്റ് വിളക്ക് കത്തിച്ച ഉടനെ അടുക്കളയിൽ പോയി കഞ്ഞിക്ക് വെള്ളം വെച്ചു. ഇപ്പോൾ ഏകദേശം അരി തിളയ്ക്കാറായിട്ടുണ്ട്. പിന്നെ രാവിലെ ഞങ്ങൾ അടുപ്പിൽ തീ കത്തിച്ചിട്ടേ ഗ്യാസിൽ വെക്കാറുള്ളൂ. പിന്നെ ഉണക്കമീൻ ചാറ് വെക്കാൻ വേണ്ടിയുള്ള തേങ്ങയാണ് ചിരണ്ടി വെച്ചിരിക്കുന്നത്. പിന്നെ ബീറ്റ്റൂട്ട് തോരനുമാണ് ഇന്നത്തെ കറി, പിന്നെ അച്ചാറും. പിന്നെ മുട്ട ആവശ്യമുള്ളവർക്ക് മുട്ട ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, അന്നേരം മുട്ടയും വറക്കാമെന്നാണ് കരുതിയത്. പിന്നെ രാവിലെ തന്നെ ഞങ്ങൾ 3 പേർക്കുള്ള ചായ വെച്ചു. എനിക്കും മോക്കുമുള്ള ചായ എടുത്ത് ഹാളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ചൂടോടെ കുടിക്കത്തില്ല, ഞാൻ ഒരു ശകലം തണുത്ത് കഴിഞ്ഞേ കുടിക്കത്തുള്ളൂ. കാരണം ആസ്വദിച്ച് കുടിക്കാൻ രാവിലെ നമുക്ക് സമയം കാണത്തില്ലല്ലോ. അതിന് പണികളെല്ലാം തീർത്ത് വന്നിട്ട് ഒറ്റ വലിക്ക് ചായ കുടിക്കുക, ഇതാണ് എൻ്റെ ശീലം. അത് തന്നെയാണ് മോളും കാണിക്കുന്നത്. ചൂടോടെ കൊടുത്താൽ അവൾ കുടിക്കത്തില്ല. അതെല്ലാം പിന്നെ അത്യാവശ്യം പണി കഴിയുമ്പോൾ പിന്നെ ഓർത്ത് എന്നാൽ നേരം വെളുത്തോ, മിറ്റമൊക്കെ തൂക്കണമെങ്കിൽ പുറത്തോട്ട് ഇറങ്ങണമല്ലോ. പുറത്തോട്ട് നോക്കിയപ്പോൾ നേരം ഒന്നും വെളുത്തിട്ടില്ല. പിന്നെ ഇരുണ്ട് മൂടി തന്നെ ഇരിക്കുന്നു. പിന്നെ കുറേ നേരം ഞാൻ പുറത്തെ കാഴ്ചകൾ നോക്കിയിരുന്നു. ലൈറ്റ് വെട്ടം ഒന്നും ഇട്ടില്ല. കാരണം എന്നാന്ന് വെച്ചാൽ അവിടെ വെട്ടം വേണ്ടല്ലോ എന്ന് കരുതി. ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ അമ്മ അതിലെ വരുന്നതാണ് കാണുന്നത്. അപ്പം അമ്മയ്ക്ക് തൊഴിലുറപ്പുള്ളത് കൊണ്ടൊന്ന് നേരത്തെ വന്നതാണ്. അമ്മ തന്നെ ജീവിക്കുന്നതുകൊണ്ട് അടുത്തൊരു വീട്ടിൽ പോയാണ് കിടക്കുന്നത്. അപ്പോൾ രാവിലെ അമ്മ വരുന്നതാണ്. അപ്പോൾ എന്നോട് ചോദിക്കുവാണ് എന്നെ കൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുവാണ്. രാവിലെ എഴുന്നേറ്റ് തന്നെ അങ്ങനെയൊക്കെ വരാൻ എന്തൊക്കെയാണ് ചോദിക്കും.